ഇതുപോലെ പഴുത്തുപോയ ഏത്തപ്പഴം വീട്ടിലിരിപ്പുണ്ടോ? എന്നാൽ ഇനി എടുത്തു കളയാൻ വരട്ടെ. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് നന്നായി പഴുത്തൊരു നേന്ത്രപ്പഴം കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുത്ത് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് അര ഗ്ലാസ് പാലും ഒഴിച്ചു കൊടുത്ത് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒരു 3 ഏലക്കായും ഇട്ട് കൊടുത്ത് ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ അരച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുറി ചിരവിയ തേങ്ങ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ക്രഷ് ചെയ്തെടുത്ത കുറച്ച് കാഷ്യൂ നട്ട്സും ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനെടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് പാനിന്റെ എല്ലാ സൈഡിലേക്കും എത്തുന്ന വിധത്തിൽ ഈ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഈ പാനിലേക്ക് നമ്മൾ അരച്ചു വെച്ച ബാറ്ററിയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് ഒരു 1 മിനിറ്റ് വേവിച്ചതിന് ശേഷം മൂടി തുറന്ന് മിക്സ് ചെയ്ത് വെച്ച കോക്കനട്ട് ഫില്ലിങ്ങും ഇതിന് മുകളിലായി ഇട്ട് കൊടുത്ത് തവി വെച്ച് എല്ലാ ഭാഗത്തേക്കും ഈ ഫില്ലിംഗ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായി ബാക്കി മാവും ഒഴിച്ചു കൊടുത്ത് മാവ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ഒരു തവി വെച്ച് ഇതുപോലെ നിരത്തി കൊടുത്ത് മൂടിയുടെ എയർ ഹോൾ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് മൂടി വെച്ച് ചെറു തീയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ മാവെല്ലാം നന്നായി വെന്ത് നമ്മുടെ നേന്ത്രപ്പഴം പോള റെഡിയായി വന്നിട്ടുണ്ടാവും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ച് കഴിച്ചാൽ മതി. അപ്പൊ എങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.